Hello my dear students, so welcome back once again to Basis Physics Classroom. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് 2019 നീറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. 2019 നീറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ ആണ് നമ്മൾ ഇന്ന് ആൻസർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഐ ഹാവ് ഓൾറെഡി സ്റ്റാർട്ടഡ് വിത്ത് ദി സീരീസ് ആൻഡ് ഓൾറെഡി സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ സെക്കൻഡ് വീഡിയോ ആണ് ഇൻ ദിസ് പാർട്ട്. ഓക്കെ, സോ മേക്ക് ഷുവർ ദാറ്റ് യു പ്രാക്ടീസ് എ ലോട്ട് ഓഫ് ക്വസ്റ്റ്യൻസ്. സാർ എപ്പോഴും പറയുന്നത്, ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, പ്രാക്ടീസ് പ്രാക്ടീസ് പ്രാക്ടീസ്. കേട്ടോ, 2019 കഴിഞ്ഞ് നമുക്ക് 2018ലേക്ക് വരാം. സോ സ്റ്റേ ട്യൂൺ വിത്ത് മീ ആൻഡ് പ്രാക്ടീസ് എവറി സിംഗിൾ ഡേ ടു സ്കോർ വെരി ഗുഡ് മാർക്സ് ഇൻ നീറ്റ്. ഓക്കെ, ആൻഡ് ഒരു സ്ട്രാറ്റജി എങ്ങനെ ചെയ്യണമെന്നൊക്കെ ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. സോ ഇഫ് യു വാണ്ട് ടു നീഡ് എനി ഹെൽപ്പ് ഇൻ ദാറ്റ്, യു കൻ ജസ്റ്റ് ഗോ ത്രൂ ദാറ്റ് വീഡിയോ. Okay, so coming to the first question in today's class, and the first question: a disk of radius 2 meter and mass 100 kilogram rolls on a horizontal floor. Its center of mass has a speed 20 centimeter per second. How much work is needed to stop it? ഈ ക്വസ്റ്റ്യനിൽ എന്താണ് റോൾ ചെയ്യുന്നത്? ഡിസ്ക് ആണ് റോൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് റോൾ ചെയ്യുന്നത് ശ്രദ്ധിക്കണം കേട്ടോ. ഡിസ്ക് ആണ് റോൾ ചെയ്യുന്നത്. ചോദ്യം, ഈ റോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഡിസ്ക് റേഡിയസ് 2 മീറ്റർ ഉള്ള, മാസ് 100 kg ഉള്ള, വെലോസിറ്റി 20 ഓഫ് ദ സെന്റർ ഓഫ് മാസ് 20 സെന്റിമീറ്റർ പെർ സെക്കൻഡ് ഉള്ള ഈ ഡിസ്കിനെ സ്റ്റോപ്പ് ചെയ്യാൻ ആവശ്യമുള്ള വർക്ക് ആണ് അല്ലെ. അപ്പൊ നമുക്ക് എങ്ങനെ യൂസ് ചെയ്യും? സ്റ്റോപ്പ് ആകുക എന്ന് പറഞ്ഞാൽ ഫൈനൽ കൈനറ്റിക് എനർജി എന്താണ്? 0 ആണ് എന്നാണ് അർത്ഥം അല്ലെ. സ്റ്റോപ്പ് ആകുക എന്ന് പറഞ്ഞാൽ ഫൈനൽ കൈനറ്റിക് എനർജി 0 ആണ്. അപ്പോ സ്റ്റോപ്പ് ആകുമ്പോൾ ഫൈനൽ എനർജി 0 ആണ്. ഇനീഷ്യലി ഇവരുടെ എനർജി ഉണ്ടതാണ്. Right, it is rolling. Initially energy ഉണ്ട്, സ്റ്റോപ്പ് ആകുമ്പോൾ എനർജി എന്താണ്? 0 ആണ്. വർക്ക് എനർജി തിയറം ഉപയോഗിക്കാം. എന്താ വർക്ക് എനർജി തിയറം? വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. വർക്ക് ഡൺ ആണ് വേണ്ടത്, കൈനറ്റിക് എനർജി കണ്ടുപിടിച്ചാൽ മതി. ഫൈനലി 0 ആണ്. ഇനീഷ്യൽ കൈനറ്റിക് എനർജി കണ്ടുപിടിച്ചാൽ പ്രോബ്ലം റിസോൾവ്ഡ്. സോ വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു മാഗ്നിറ്റ്യൂഡ് ബൈ സം റൈറ്റിംഗ്. രണ്ട് ടൈപ്സ് ഓഫ് കൈനറ്റിക് എനർജി ഉണ്ട്. റോളിംഗ് അല്ലേ, അപ്പൊ ഹാഫ് mv² ഉണ്ട്. അതുപോലെ ഇത് ട്രാൻസ്ലേഷൻ കൈനറ്റിക് എനർജി കേട്ടോ. അതുപോലെ ഹാഫ് I⍵² ഉണ്ട്. അതെന്തിന്റെ? റൊട്ടേഷണൽ കൈനറ്റിക് എനർജി. ഞാൻ വീണ്ടും എടുത്തു പറഞ്ഞൊരു കാര്യമുണ്ട്. ഇത് ഡിസ്ക് ആണ്. ഡിസ്കിന്റെ about its central axis, what is the moment of inertia? I is equal to mr²/2. അതുകൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അതൊരു ഒമേഗ എന്ന് പറഞ്ഞാൽ എന്തുവാ? v/r ആണ്. അതുകൊണ്ട് ഇങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഹാഫ് mv² പ്ലസ് ഹാഫ് mr²/2 ഇൻറ്റു v²/r². ഒമേഗ സ്ക്വയർ ആയതാണ് കേട്ടോ. r² ക്യാൻസൽ ആയി. That will be half mv² നമ്മൾ പുറത്തേക്ക് എടുത്തു. So 1 plus 1/2, that will be 3/2. Okay, so values എല്ലാം നമുക്ക് അറിയാം, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. So that is equal to half into 100 into 20 centimeter per second ആണ് മക്കളെ. അപ്പൊ 20 centimeter per second ആണെങ്കിൽ മീറ്റർ per second ആക്കണം. 1 സെന്റിമീറ്റർ 10⁻⁻² മീറ്റർ ആണ്. അപ്പൊ that will be 20 into 10⁻⁻², the whole square, into 3/2. Fine. So that will be equal to 50. Okay. So now that will be 75 into 20 square 400 varum into 10⁻⁻4. Right. So what will be the answer? Final answer. 75 into 4 എന്ന് പറഞ്ഞാൽ എത്രയാ? 5 4s are 20, 0 2, 7 4s are 28, 9 30. അപ്പോൾ 300 1 2 10⁻⁻4 അല്ലെ. അപ്പോ 4 എണ്ണം കറക്റ്റ് അല്ലേ? 1 2 3 4. അപ്പൊ ഇതിന്റെ 10⁻⁻4 ആണ്. That will be 3 joules, which is the answer. അപ്പൊ ഫൈനൽ കൈനറ്റിക് എനർജി കിട്ടുന്ന അല്ലെങ്കിൽ വർക്ക് ഡൺ കിട്ടുന്ന എന്താണ്? 3 joules ആണ്. And 3 joule is the corresponding work that has to be done to stop this rolling object. റോൾ ചെയ്യുന്ന പോകുന്ന ഈ ഒബ്ജക്റ്റ് സ്റ്റോപ്പ് ചെയ്യാൻ നമുക്ക് ആവശ്യമുള്ള മിനിമം വർക്ക് ഡൺ എന്ന് പറയുന്നത് എന്താണ്? 3 joules ആണ്. ഓക്കെ, കണ്ടീഷൻസ് ക്ലിയർ അല്ലേ? അപ്പൊ വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. സ്റ്റോപ്പ് ആകുമ്പോൾ വെലോസിറ്റി ഇല്ല, അതുകൊണ്ട് സ്റ്റോപ്പ് ആകുമ്പോൾ എന്തില്ല? കൈനറ്റിക് എനർജിയും ഇല്ല. ദാറ്റ് വിൽ ബി 0. ഓക്കെ, റൈറ്റ്. സോ നെക്സ്റ്റ് വൺ.
2-point charges A and B having charges plus q and minus q respectively are placed at certain distance apart and the force acting between them is F. If 25% charge of A is transferred to B, then force between the charges becomes. Okay, in question നമുക്ക് എന്താ ഉള്ളത്? രണ്ട് ചാർജസ് ഉണ്ടല്ലേ, എയും ബിയും. എന്റെ ചാർജ് ക്യൂ ആണ്, ബിന്റെ ചാർജ് മൈനസ് ക്യൂ ആണ്. ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്? ആർ ആണ്. റൈറ്റ്? അപ്പൊ ഇവിടെ ചെയ്യുന്നത് എയിൽ നിന്ന് 25% ചാർജ് ക്യൂയിലേക്ക് മൈനസ് ക്യൂയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അപ്പൊ എയിൽ നിന്ന് അത്രയും ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ വാട്ട് വിൽ ഹാപ്പൻ? എന്റെ കേസ് വരുമ്പോൾ ക്യൂ ഇവന്റെ 25% കുറഞ്ഞു അല്ലെ. 25% എന്ന് വെച്ചാൽ 25/100 ഓഫ് ക്യൂ, that is 1/4 q അല്ലെ. 1/4 q ആണ് അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത്, which means q ന്റെ നെറ്റ് ചാർജ് ഇപ്പൊ 1/-1/4 q, that is equal to 3/4 qy. ആരുടെ? a ന്റെ ചാർജ് ഇപ്പൊ. അതുപോലെ b ന്റെ ചാർജോ? b ന് എക്സ്ട്രാ ചാർജ് കിട്ടുവാണ്. ഓൾറെഡി മൈനസ് q ആയിരുന്നു, മൈനസ് q എക്സ്ട്രാ കിട്ടി. എത്ര? 1/4 q കിട്ടി. that will be -3/4 q. ഓക്കെ, അപ്പൊ നമുക്ക് മാഗ്നിറ്റ്യൂഡ് വൈസ് എടുത്താൽ മതി, കാരണം നമുക്ക് ഡിസ്റ്റൻസ് ഒന്നും മാറ്റണമെന്ന് പറയുന്നില്ല ക്വസ്റ്റ്യനില്. അപ്പൊ എഫ് ഇസ് പ്രൊപ്പോർഷണൽ ടു ക്യൂ സ്ക്വയർ ബേസ്ഡ് ഓൺ കുളംബ്സ് ലോ, k q1 q2 by r square. രണ്ടുപേരും q മൈനസ് q ആണ്, and just taking it proportional. ഓക്കെ, അതുപോലെ എഫ് ഡാഷ് നമുക്ക് എടുക്കാം. എഫ് ഡാഷ് ഇസ് പ്രൊപ്പോർഷണൽ ടു, എഫ് ഡാഷ് എന്ന് പറയുമ്പോൾ ഒരാൾ 3/4 q, മറ്റേ -3/4 q. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതിയാൽ മതിയല്ലോ, 3/4 q the whole square. ഫൈൻ. ഇനി റേഷ്യോ എടുക്കാം. റേഷ്യോ എടുക്കുമ്പോൾ എഫ് ഡാഷ് ബൈ എഫ് ഇസ് ഈക്വൽ ടു 9 q square cancel ആയി 9/16. f dash is equal to 9/16 f, which is the answer. Okay, അപ്പൊ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മൈനസ് ക്യൂ ആണ് ഇവിടെ ശ്രദ്ധിച്ചോളണം. പ്ലസ് ക്യൂ, അതായത് 1/4 ക്യൂ ഇതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഇവിടെ ഈ മൈനസിന്റെ കാര്യം നിങ്ങൾ മറന്നുപോയാൽ കിട്ടുന്ന ആൻസർ തെറ്റിപ്പോകും കേട്ടോ. സോ ആ ഒരു പോയിന്റ് നിങ്ങൾ ശ്രദ്ധിക്കണം. ബാക്കിയെല്ലാം ഡയറക്റ്റ് ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്, കുളംബ്സ് ലോന്റെ ഡയറക്റ്റ് ആപ്ലിക്കേഷൻ ആണ് വരുന്നത് കേട്ടോ. Alright, so I hope the method is clear. Doubt illalla? Right. So moving on to the next question. Two parallel infinite line charges with linear charge density plus lambda coulomb per meter and minus lambda coulomb per meter are placed at a distance of 2r in free space. What is the electric field midway between the two line charges? Okay, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഇവിടെ രണ്ട് ഇൻഫിനിറ്റ് പ്ലെയിൻ ലൈൻ ചാർജസ് ആണുള്ളത് അല്ലെ. അപ്പൊ ലൈൻ ചാർജസ് എന്ന് പറയുമ്പോൾ അവൻ കോസ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ് λ/2πε0r ആണ്. ഓക്കെ, ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. സോ ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ് ഗോ ബാക്ക് ആൻഡ് വാച്ച് ദാറ്റ്. അപ്പോൾ ഈ ഇക്വേഷൻ യൂസ് ചെയ്താണ് നമുക്ക് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റുക. അപ്പൊ ഇവിടെ മിഡ് പോയിന്റിലാണ് അവർ ചോദിക്കുന്നത്. ഇപ്പൊ ടോട്ടൽ ഡിസ്റ്റൻസ് 2r എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പൊ മിഡ് പോയിന്റ് എന്ന് പറയുമ്പോൾ r ഡിസ്റ്റൻസിൽ. അപ്പൊ നമുക്ക് അറിയാവുന്ന ഒരു കാര്യം, ഒരു ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഡയറക്ഷൻ എങ്ങനെ എടുക്കുന്നത്? ഇറ്റ് ഇസ് ഓൾവേസ് സ്റ്റാർട്ടിംഗ് ഫ്രം എ പോസിറ്റീവ് ചാർജ് ആൻഡ് എൻഡിങ് ഇൻ എ നെഗറ്റീവ് ചാർജ് എന്നാണ് നമ്മൾ പറയുന്നത് അല്ലെ. അപ്പോൾ പോസിറ്റീവിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു, നെഗറ്റീവിൽ എൻഡ് ചെയ്തു. അപ്പൊ ഇവൻ കാരണമുള്ളത് ടുവേർഡ്സ് റൈറ്റ് ആണെങ്കിൽ ഇവൻ കാരണമുള്ളതും ടുവേർഡ്സ് റൈറ്റ്. സെയിം ഡയറക്ഷൻ ആണ്, എന്ത് ചെയ്യണം? ആഡപ്പ് ചെയ്യണം. വിച്ച് മീൻസ് രണ്ടുപേരും കാരണമുള്ളത് ആഡപ്പ് ആവും. സോ E is equal to λ/2πε0r plus λ/2πε0r എന്ന് വരും. Or this is equal to, add ചെയ്യുമ്പോൾ λ/πε0r will be the final answer. Okay, λ/πε0r ആണ് ഇവിടുത്തെ ഫീൽഡ് ആയിട്ട് നമുക്ക് കിട്ടുന്നത്. Point clear? Right. അപ്പോൾ that is the electric field, corresponding electric field at the midpoint of these two line charges. Okay, right. So moving on to the next one. A hollow metal sphere of radius r is uniformly charged. The electric field due to the sphere at a distance r from the center. The question is നമുക്കുള്ളത് ഒരു hollow metal sphere ആണ്, right? Hollow metal sphere എന്ന് പറയുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ഓർക്കണം നമ്മൾ. ഇലക്ട്രിക് ഫീൽഡ് പറയുമ്പോൾ ഓക്കെ, അപ്പൊ പൊട്ടൻഷ്യലും ഫീൽഡ് നമുക്ക് പറഞ്ഞു പോവാം. അപ്പൊ ഹോളോ സ്പിയർ എന്ന് പറയുമ്പോൾ ഇതിനകത്ത് ഏത് പോയിന്റ് എടുത്താലും ഇതിനകത്ത് ഫീൽഡ് 0 ആയിരിക്കും. ഓക്കെ, റേഡിയസ് r എത്തുന്നത് വരെ ഏതൊരു പോയിന്റ് ഇൻസൈഡ് എടുത്താലും ഒരു ഹോളോ സ്പിയറിന്റെ ഫീൽഡ് 0 ആയിരിക്കും. ഇനി കണ്ടക്ടിങ് സ്പിയർ, സോളിഡ് സ്പിയർ എടുത്താലും
സെയിം സിറ്റുവേഷൻ. കണ്ടക്ടിങ് സോളിഡ് സ്പിയർ എടുത്താലും ഇൻസൈഡ് ഫീൽഡ് ഉണ്ടാകില്ല. ഓക്കെ, ഫീൽഡ് വരുന്ന എവിടെയാണെന്നറിയോ? at points outside the sphere, and it varies as E is equal to kq by r square. It varies inversely as a square of the distance. അപ്പോൾ സെന്ററിൽ നിന്ന് സർഫസ് വരെ ഫീൽഡ് എന്താണ്? 0 ആണ്, ഫീൽഡ് ഇല്ല. ഓക്കെ, അതിനുശേഷമോ ഫ്രം ദ സർഫസ് ടു ഇൻഫിനിറ്റി ദ ഫീൽഡ് ഇസ് വേരിയിങ് അക്കോർഡിംഗ് ടു ദിസ് റിലേഷൻ. ഓക്കെ, ഇനി പൊട്ടൻഷ്യലിന്റെ കാര്യമാണ് നമ്മൾ പറയുന്നതെങ്കിൽ ഒരു ഹോളോസ്ഫിയറിന്റെ അകത്തുള്ള പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ V is equal to kq by r ആണ്. അതായത് സെന്റർ മുതൽ സർഫസ് വരെ kq by ക്യാപിറ്റൽ R തന്നെയാണ്. ക്യാപിറ്റൽ R എന്ന് വെച്ചാൽ റേഡിയസ് ആണ്. എന്ത്? ഈ സ്പിയറിന്റെ റേഡിയസ്. ഓക്കെ, ഇനി പുറത്തേക്കാണെങ്കിലോ, പുറത്തേക്ക് പോകുന്തോറും it varies with respect to kq by small r. ക്യാപിറ്റൽ Q സ്മോൾ q don't worry about it. ചാർജ് എഴുതിയേ ഉള്ളൂ, q എന്ന് എഴുതുന്നത്. അപ്പോ ഇലക്ട്രിക് ഫീൽഡ് എങ്ങനെയാണ്? സെന്ററിൽ ഇലക്ട്രിക് ഫീൽഡ് ഇല്ല, സർഫസ് വരെ. സർഫസ് മുതൽ അങ്ങ് ദൂരേക്ക് it will is varying with respect to the distance. Okay, so that is the condition for the question. അപ്പൊ നിങ്ങൾക്ക് തന്നെ ഓപ്ഷൻ കണ്ടുപിടിക്കാം. I am not telling you the options for that. Okay, ക്ലിയർ ആണല്ലോ കൺസെപ്റ്റ്? അപ്പൊ ഇതൊക്കെ ഞാൻ വീണ്ടും പറയുന്നു, ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ വെൽ ഡിസ്കസ്ഡ് ആണ്. പ്ലീസ് ഡു ഗോ ബാക്ക് ആൻഡ് വാച്ച് ദാറ്റ്. Okay, all right, moving on to the next one. A parallel plate capacitor of capacitance 20 microfarad is being charged by a voltage source whose potential is changing at the rate of 3 volt per second. The conduction current through the connecting wires and the displacement current through the plates of the capacitor would be respectively. Okay, ഈ ക്വസ്റ്റ്യൻ എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്? It is first of all നമ്മൾ അറിയേണ്ടത് it is being charged. ഇത് ചാർജ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കപ്പാസിറ്റർ ആണല്ലേ. A capacitor has been charged എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അവിടെ കണ്ടക്ഷൻ കറന്റും ഡിസ്പ്ലേസ്മെന്റ് കറന്റും എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം. കാരണം ഡിസ്പ്ലേസ്മെന്റ് കറന്റ് എന്ന് വെച്ചാൽ ഇലക്ട്രോൺ ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് ഡിസ്പ്ലേസ്ഡ് ആകുമ്പോൾ ഉണ്ടാകുന്ന കറന്റ്, ഡിസ്പ്ലേസ്മെന്റ് കറന്റ്. നമ്മുടെ മാക്സ്വെല്ലൊക്കെയാണ് അത് മോഡിഫൈ ചെയ്ത് പറഞ്ഞത്. EM വേവ്സിൽ നിങ്ങൾ പഠിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോ ഇവിടെ ഇറ്റ് ഇസ് ബീൻ ചാർജ്, അത് ചാർജ് ചെയ്തുകൊണ്ടേ ഇരിക്കുവാണ്. അതിന്റെ അർത്ഥം എന്താ? ഇവിടെ കണ്ടക്ഷൻ കറന്റും ഡിസ്പ്ലേസ്മെന്റ് കറന്റും ഈക്വൽ ആയിരിക്കും. കണ്ടക്ഷൻ കറന്റും ഡിസ്പ്ലേസ്മെന്റ് കറന്റും ഈക്വൽ ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇനി നിങ്ങൾക്ക് രണ്ട് ഓപ്ഷൻ സെയിം ആയിട്ടുള്ള ഒരൊറ്റ ഓപ്ഷൻ ഉള്ളൂവെങ്കിൽ സ്ട്രേറ്റ് അവേ യു ക്യാൻ ഗോ ഫോർ ദാറ്റ്. ഓക്കെ, ഇനി അങ്ങനെ 2-3 ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ യു ഹാവ് ടു ഫൈൻഡ് ദ വാല്യൂ. എങ്ങനെ കണ്ടുപിടിക്കും? നമുക്കറിയാം I is equal to dq by dt ആണ്. നമുക്ക് ഓൾറെഡി അറിയാം, കറന്റ് ഇലക്ട്രിസിറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ട്. I is equal to dq by dt. Now കപ്പാസിറ്റേഴ്സ് വെച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട് QCV ആണ്. Q is equal to CV ആണ്, കപ്പാസിറ്റൻസും വോൾട്ടേജും കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് അത് കിട്ടും. നോക്കാം, d by dt of CV, C കോൺസ്റ്റന്റ് പുറത്തേക്ക് എടുത്തു, C dV by dt. ഓക്കെ, C തന്നിട്ടുണ്ട് 20 മൈക്രോഫാരഡ് എന്ന്. സോ 20 മൈക്രോഫാരഡ് ഇൻറ്റു dV by dt 3 വോൾട്ട് ആണ്. വോൾട്ട് പെർ സെക്കൻഡ്. ഓക്കെ, അപ്പൊ 3 that will be 60 microfarad, micro ampere. 60 micro ampere will be the answer. അപ്പോ I തന്നെയാണ് നമ്മുടെ ID and IC എല്ലാം സെയിം തന്നെയാണ്. സോ നോ ഡൗട്ട്, there should be no doubt in that. Okay, so ഡയറക്റ്റ് ആയിട്ട് നമ്മൾ അപ്ലൈ ചെയ്ത് രണ്ട് കണ്ടീഷൻസ്, Q is equal to CV, I is equal to dq by dt. ഓർത്ത് വെക്കുക, it is getting charged. അപ്പൊ ഈ സിറ്റുവേഷനിൽ കണ്ടക്ഷൻ കറന്റ് will be equal to the displacement current. Okay, so point clear already, right? So moving on to the next one now. A body weighs 200 Newton on the surface of the earth. How much will it weigh halfway down to the center of the earth? അപ്പോൾ ഈ ക്വസ്റ്റ്യൻ അവർ പറയുന്നത് ഒരു ബോഡി സർഫസിൽ വെയിറ്റ് എത്രയാ? 200 ന്യൂട്ടൺ ആണ് സർഫസിൽ. ഓക്കെ, ഹാഫ് വേ ഡൗൺ ടു ദ സെന്റർ ഓഫ് ദി എർത്ത് എന്ന് പറഞ്ഞാൽ സെന്റർ ഡിസ്റ്റൻസ് ടോട്ടൽ റേഡിയസ് നമുക്ക് അറിയാം 6 ആണ് അല്ലെ. ഹാഫ് വേ ഡൗൺ ടു ദ സെന്റർ എന്ന് പറയുമ്പോൾ ഇതിന്റെ പകുതി, അതായത് R/2 എന്ന ഡെപ്തില് what is the weight of the body? Okay, അപ്പൊ നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യമാണ്, ഹൈറ്റ് അനുസരിച്ച് നമ്മുടെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി മാറും, അതുപോലെ ഡെപ്ത് അനുസരിച്ചും നമ്മുടെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി മാറും. ഓക്കെ, അപ്പോ ഡെപ്ത് അനുസരിച്ച് how does it change? You know, G dash is equal to G into 1 minus D by R ആണ്. That is how it varies with respect to depth. Okay, അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാം, G dash is equal to G into depth നമുക്കറിയാം R/2 എന്ന് ക്വസ്റ്റ്യൻ പറയുന്നുണ്ട്. അപ്പൊ ഹാഫ്
the radius of Earth. അപ്പോൾ r by 2 r പോയി. അപ്പോൾ 1 minus 1 by 2 that is equal to g by 2. Okay. ഞാൻ രണ്ട് സൈഡിലും n വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. So mg dash is equal to mg by 2. Okay. ഈ നമ്മുടെ വെയിറ്റ് എന്ന് പറയുന്നത് ആക്ച്വലി നമ്മുടെ mg ആണ് അല്ലേ? വെയിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ mg ആണ്. അപ്പൊ സർഫസിൽ എന്താ വെയിറ്റ് 200 ആയിരുന്നു. ഡെപ്തിൽ എന്താ വെയിറ്റ് mg dash ആണ്. സർഫസിൽ വെയിറ്റ് mg ആയിരുന്നു, ഡെപ്തിൽ വെയിറ്റ് mg dash ആണ്. and it is obtained that mg dash is equal to mg by 2, അതായത് 200 by 2 which is equal to 100 Newton, and that is the answer. Okay, but directly depth ന്റെ ഫോർമുല നമ്മൾ അപ്ലൈ ചെയ്തു. ഇനി ഹൈറ്റ് വെച്ചാണെങ്കിൽ അതിന്റെ ഫോർമുല എന്താ? g dash is equal to g divided by 1 plus h by r the whole square അല്ലേ? ഇനി അതുപോലെ ഈ കണ്ടീഷൻ എപ്പോഴാണ് യൂസ് ചെയ്യുന്നത്? h is comparable to the radius. h ന്റെ വാല്യൂ വലുതാണെങ്കിൽ, height from the surface of the earth comparable to the radius ആണെങ്കിൽ ഇത് നമ്മൾ യൂസ് ചെയ്യും. അങ്ങനെ അല്ലെങ്കിൽ അപ്രോക്സിമേറ്റ് ഇക്വേഷൻ ഉണ്ട്, g into 1 minus 2h by r. എപ്പോൾ യൂസ് ചെയ്യാൻ? when h is very much less than r നമുക്ക് ഈ കണ്ടീഷൻ യൂസ് ചെയ്യാം. അങ്ങനെ എല്ലാ കണ്ടീഷനെങ്കിൽ you have to make use of this. Okay, അപ്പൊ ഇത് ഓർത്ത് വെക്കേണ്ട ഒരു കണ്ടീഷൻസ് ആണ്. ഇടയ്ക്കിടയ്ക്ക് ക്വസ്റ്റ്യൻസ് വരാറുണ്ട് ഈ ടോപ്പിക്കിൽ നിന്ന് കേട്ടോ. Alright. Okay, then moving on to the next one. A solid cylinder of mass 2 kg and radius 4 cm is rotating about its axis at the rate of 3 rpm. The torque required to stop after 2 pi revolutions is. അപ്പൊ നമുക്ക് ഇവിടെ ഉള്ളത് എന്താ? സോളിഡ് സിലിണ്ടർ ആണ് അല്ലെ? സോളിഡ് സിലിണ്ടർ എന്ന് പറയുമ്പോൾ അവന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യയുടെ കാര്യം ആദ്യം ഓർക്കണം. അപ്പൊ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന what is the torque needed to stop this അല്ലെ? ഈ റൊട്ടേഷൻ സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ, ഉരുണ്ടുരുണ്ട് റോൾ ചെയ്ത് പോകുന്ന ഈ സിലിണ്ടറിനെ സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ എത്ര ടോർക്ക് നമ്മൾ അപ്ലൈ ചെയ്യണം? ടോർക്ക് എന്ന് വെച്ചാൽ എന്തുവാ? ടോർക്ക് ഇസ് ഈക്വൽ ടു ആർ ക്രോസ് എഫ് ആണ്. ആർ ക്രോസ് എഫ് ആണ് നമ്മുടെ ടോർക്ക് എന്ന് പറഞ്ഞാൽ. ഓർ യു ക്യാൻ ഓൾസോ റൈറ്റ് ആസ് ടോർക്ക് ഇസ് ഈക്വൽ ടു ഐ ആൽഫ. അപ്പൊ ആൽഫയും ഐയും അറിയാമെങ്കിൽ നമുക്ക് ടോർക്ക് കണ്ടുപിടിക്കാം. സിലിണ്ടർ ആണ്. എന്ത് സിലിണ്ടർ? സോളിഡ് സിലിണ്ടർ. അവന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ നമുക്ക് അറിയാം. I is equal to mr square by 2 about its geometrical axis. Geometrical axis എന്ന് പറയുമ്പോൾ നമ്മുടെ ഇതാണ് നമ്മുടെ സിലിണ്ടർ എങ്കിൽ ഇത് ഈ ആക്സിസ് ഉള്ളിലൂടെ ആക്സിസിലൂടെ പോകുന്ന ആക്സിസ്, അതാണ് mr square by 2. ഓക്കെ, നമ്മുടെ ഡിസ്കിന്റെ പോലെ തന്നെ. ഇനി ആൽഫ എങ്ങനെ കണ്ടുപിടിക്കും? ആംഗുലാർ ആക്സിലറേഷൻ. ആൽഫ കണ്ടുപിടിക്കാൻ നമുക്ക് അറിയാവുന്ന ഇക്വേഷൻ യൂസ് ചെയ്യണം. ഒമേഗ സ്ക്വയർ മൈനസ് ഒമേഗ നോട്ട് സ്ക്വയർ ഇസ് ഈക്വൽ ടു 2 ആൽഫ തീറ്റ. ഏതായത് v square minus u square is equal to 2as എന്ന ഇക്വേഷൻ അല്ലെ? അപ്പൊ ഫൈനൽ ഒമേഗ സ്ക്വയർ എന്ന് വെച്ചാൽ ഫൈനൽ ആംഗുലാർ വെലോസിറ്റി ആണ് അല്ലെ? ഫൈനൽ ആംഗുലാർ വെലോസിറ്റി തന്നിട്ടില്ലല്ലോ. തന്നിട്ടില്ലേ? തരണോ? വേണ്ട. വൈ? നമ്മൾ അത് എന്താ ചെയ്യാൻ പോകുന്നേ? അവനെ സ്റ്റോപ്പ് ചെയ്യാനാ പോകുന്നേ. സ്റ്റോപ്പ് ചെയ്ത് അവന് വെലോസിറ്റി ഉണ്ടോ? ഇല്ല. അപ്പൊ ഫൈനൽ ആംഗുലാർ വെലോസിറ്റി ഇസ് 0. അപ്പൊ 0 സ്ക്വയർ മൈനസ് ഇനീഷ്യൽ ആംഗുലാർ വെലോസിറ്റി തന്നിട്ടുണ്ടോ? ഫ്രീക്വൻസി തന്നിട്ടുണ്ട് RPM-ല്. അപ്പൊ RPM-ന് ആദ്യം തന്നെ RPS ആക്കി മാറ്റണം. അപ്പൊ റൊട്ടേഷൻസ് പെർ മിനിറ്റിനെ പെർ സെക്കൻഡ് ആക്കണം. 3/60 RPS ആയി. ഓക്കെ, ഇനി ഒമേഗ നോട്ട് ഇസ് ഈക്വൽ ടു 2 പൈ എഫ് ആണ്. ദാറ്റ് ഇസ് ഈക്വൽ ടു 2 പൈ ഇൻറ്റു 3 ഡിവൈഡഡ് ബൈ 60. ഓക്കെ, ഒരു 2 പോയി 30 വന്നു, 10 വന്നു. So that will be pi by 10. Pi by 10 എന്നാണ് ഒമേഗ നോട്ട് കിട്ടിയത് അല്ലേ? ഇനി ഇവിടെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം നമുക്ക്. അപ്പൊ pi by 10 the whole square which is equal to 2 into alpha into theta. ഒരു വട്ടം ഇത് വട്ടം കറങ്ങുമ്പോൾ when it is rolling one time the angle will be what? 2 pi r. ഒരു വട്ടം when a wheel is making, when a cylinder is making a circular motion, ഒരു വട്ടം കറങ്ങുമ്പോൾ 2 pi ആണ് അല്ലേ? ഇവർ പറയുന്നുണ്ട് 2 പൈ ടൈംസ് ആണ് കറങ്ങിയത്. എത്ര പ്രാവശ്യം? 2 പൈ ടൈംസ്. അപ്പൊ ഇവിടെ n തീറ്റ എന്ന് കൊടുക്കണം, കാരണം ഒരു വട്ടം അല്ലല്ലോ, 2 പൈ ടൈംസ് കറങ്ങി. അപ്പൊ 2 പൈ ഇൻറ്റു 2 പൈ. കൺഫ്യൂഷൻ ആവരുത് കേട്ടോ. സാധാരണ ഇവിടെ ഒരു നമ്പർ തന്നാൽ എളുപ്പമാണ് നമുക്ക്. 4 റെവല്യൂഷൻസ് 5 റെവല്യൂഷൻസ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ തെറ്റിപ്പോകരുത്, മറന്നു പോകരുത്. 2 പൈ ടൈംസ് കറങ്ങി എന്നാണ് പറയുന്നത്. അപ്പൊ 2 പൈ ഇൻറ്റു 2 പൈ, കാരണം ഒരു വട്ടം 2 പൈ, എത്ര വട്ടം കറങ്ങി? 2 പൈ ടൈംസ് കറങ്ങി. അപ്പൊ ടോട്ടൽ എത്രയായി? 2 പൈ ഇൻറ്റു 2 പൈ ആയി. ഓക്കെ,
So this is equal to, ഒന്ന് നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം നമുക്കിവിടെ തന്നെ. ആൽഫ എന്തായാലും നമുക്ക് നെഗറ്റീവ് വരും, കാരണം അത് ഡീസലറേഷൻ ആണ്, നമ്മൾ സ്റ്റോപ്പ് ചെയ്യാനാണ് പോകുന്നത്. ഓക്കെ, സോ ദിസ് വിൽ ബി ഈക്വൽ ടു പൈ സ്ക്വയർ മൈനസ് പൈ സ്ക്വയർ ഡിവൈഡഡ് ബൈ 100 is equal to 2 into alpha into 2 pi into 2 pi, or that comes to about alpha എന്ത് വരും, പൈ സ്ക്വയർ വരും, ക്യാൻസൽ ആയി പോകും. So 2 to the 4, 4 to the 8, that will be minus 1 by 800. എന്താണ്, മൈനസ് 1 by 800 എന്നാണ് വരുന്നത്. ഓക്കെ, ഐ എം ആർ സ്ക്വയർ ബൈ 2 ആണ് അറിയാം അല്ലെ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ മാസ് എത്രയാ, 2 എം ആർ സ്ക്വയർ, 4 സെന്റിമീറ്റർ ആണ്, മീറ്റർ ആക്കണം. 4 into 10 raised to minus 2 the whole square, 4 mr square by 2 അല്ലെ. മാസ് എത്രയായിരുന്നു, 2 kilogram ആയിരുന്നു, mr square by 2. Alpha is 1 by 800, just taking the magnitude of that. Okay, so that will be equal to 2 2 against like by 4 4 is 16 varum, and 4 പോകുമ്പോൾ that will be 10 raised to minus 4 divided by ഇങ്ങനെ ടേം വരും, or that is equal to എത്ര വരും, 1 by 50 അല്ലേ. നമുക്ക് മുകളിൽ താഴെ ഒരു 100 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, 100 by 52 ആണ്. 2 into 10 raised to minus 6 എന്ന് വരും, ഇത് മുകളിലേക്ക് വരും. 2 into 10 raised to minus 6 Newton meter will be the answer. എന്തായാലും ഫൈനൽ ആൻസർ വരുന്നത് 2 into 10 raised to minus 6 Newton meter. മെത്തേഡ് ക്ലിയർ അല്ലേ? ടോർക്ക് is equal to RF അല്ലെങ്കിൽ ടോ is equal to I alpha. അപ്പൊ എന്താ കണ്ടുപിടിക്കണം, I കണ്ടുപിടിക്കണം. I ഡയറക്റ്റ് അറിയാം, mr square by 2. ആൽഫ കണ്ടുപിടിക്കാൻ ഒമേഗ കണ്ടുപിടിക്കണം. ഒമേഗ കണ്ടുപിടിക്കാൻ ഫ്രീക്വൻസി തന്നിട്ടുണ്ട്, ഒമേഗ കിട്ടി. ഒമേഗയിൽ നിന്ന് കണ്ടുപിടിച്ചു, ആൽഫ കണ്ടുപിടിച്ചു, ആ ആൽഫ ഇവിടെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, ആൻഡ് യു ഗെറ്റ് ദ ഫൈനൽ ആൻസർ ഫോർ ദാറ്റ്. ഓക്കെ, അപ്പോൾ 2-3 സ്റ്റെപ്സ് ഉണ്ട്, നമുക്കൊരു ടിപ്പിക്കൽ നീറ്റിന് വരാൻ പറ്റുന്ന ഒരു ക്വസ്റ്റൻ ആണ്. ഓക്കെ, റൈറ്റ്. സോ ലെറ്റ്സ് മൂവ് ഇൻടു ദി നെക്സ്റ്റ് വൺ. A small hole of area of cross section 2 mm square is present near the bottom of a fully filled open tank of height 2 meter. Taking G equal to 10 meter per second square, the rate of flow of water through the open hole would be nearly. നമ്മുടെ ക്വസ്റ്റ്യനില് നമ്മളോട് പറയുന്നത്, നമുക്കൊരു സിലിണ്ടറിക്കൽ വെസൽ ഉണ്ട്, ഇവിടെ താഴെ ഒരു ഹോൾ ഉണ്ട്. ഓക്കെ, ഈ ഹോളിലൂടെയാണ് വെള്ളം പുറത്തേക്ക് വരുന്നത്. ഇതിന്റെ ഹൈറ്റ് തന്നിട്ടുണ്ട്, വാട്ടർ ഫിൽഡ് അപ് ടു ഹൈറ്റ് ഓഫ് 2 meter, റൈറ്റ്. അപ്പൊ നമുക്കറിയാം, താഴെ ഒരു ഹോൾ ഉണ്ടാക്കി വെച്ചാൽ വെള്ളം ഹൈറ്റിൽ നിൽക്കുമ്പോൾ there will be a potential energy. അപ്പൊ താഴത്തേക്ക് ഒഴുകുക എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ആക്ച്വലി ഗെറ്റിംഗ് കൺവേർട്ടഡ് ഇൻടു കൈനറ്റിക് എനർജി, പൊട്ടൻഷ്യൽ ടു കൈനറ്റിക്. ഓക്കെ, ഓർ ഇങ്ങനെ ഓർത്ത് വെക്കാൻ, നമ്മുടെ ഒറിഫിസിലൂടെയുള്ള വെലോസിറ്റിയുടെ ഇക്വേഷൻ ഞാൻ നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്, അതൊന്ന് ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, അപ്പൊ ഒറിഫിസിലൂടെയുള്ള വെലോസിറ്റിയുടെ ഇക്വേഷൻ എന്ന് പറയുമ്പോൾ എന്താ, വെലോസിറ്റി ത്രൂ ദ ഹോൾ വിൽ ബി ഒന്നല്ലെങ്കിൽ mgh, ഹൈറ്റിലുള്ള പൊട്ടൻഷ്യൽ എനർജി ഈക്വൽ ടു ഹാഫ് mv² ചെയ്യാം. എങ്ങനെ ചെയ്താലും നമുക്ക് v എന്ത് കിട്ടും, √2gh എന്ന് കിട്ടും. അപ്പൊ വെലോസിറ്റി നമുക്ക് കണ്ടുപിടിക്കാം വെള്ളത്തിന്റെ. ചോദ്യം, the amount of water flowing out, the rate of flow of the liquid അല്ലെ. വോളിയം ഓഫ് ദ വാട്ടർ ഫ്ലോയിങ് ഔട്ട് ആണ് കണ്ടുപിടിക്കുന്നത്, വോളിയം ഓഫ് ദ വാട്ടർ ഫ്ലോയിങ് ഔട്ട് ഇൻ എ സർട്ടൻ ടൈം. അപ്പൊ നമുക്കറിയാം വോളിയം ബൈ ടി എന്ന് പറയുമ്പോൾ വോളിയം ഇസ് വാട്ട്, വോളിയം എന്ന് പറഞ്ഞാൽ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഇൻടു ദ ലെങ്ത്. ഇവിടെ എന്താണ്, ഹൈറ്റ് അല്ലെ. സോ ഓർ നമുക്ക് ലെങ്ത് കേട്ടോ, ഒരു പ്രശ്നമില്ല. Area of cross section into the length divided by t. പ്രശ്നമില്ലല്ലോ. ലെങ്ത് ബൈ ടൈം എന്ന് പറയുന്നത് നമ്മുടെ വെലോസിറ്റി ആണ്, h by t എന്ന് പറയുന്നത് നമ്മുടെ വെലോസിറ്റി ആണ്, which means you can write a into the velocity. So this is equal to area of cross section എത്രയാ, 2 mm² ആണ്. അതിങ്ങനെ എഴുതാം, 2 into 10 raised to mm². 1 millimeter 10 raised to -3 ആണ്, 10 raised to -3 മീറ്റർ ആണ്. സ്ക്വയർ വരുമ്പോൾ 10 raised to -6 എന്ന് വരും. ഓക്കെ, into √2 into g10 ആണ്, h എത്രയാ, 2 ആണ്, റൈറ്റ്. സോ ദാറ്റ് വിൽ ബി കറസ്പോണ്ടിങ് ടു 2 പുറത്തേക്ക് വരുമ്പോൾ 2 4 വരും. ദാറ്റ് വിൽ ബി 4 into √10 into 10 raised to -6. അപ്പൊ √10 എന്ന് പറയുമ്പോൾ സംതിങ് അറൌണ്ട് 3 പോയിന്റ് സംതിങ് വരും അല്ലെ. അപ്പൊ നമുക്ക് 3 പോയിന്റ് എടുക്കാം, 3.14 maybe into 4, 4 4 16, 4 1 4 5, 4 3 12.5 അല്ലെങ്കിൽ 12.3 എന്നൊരു വാല്യൂ വരും. സോ ദാറ്റ് വിൽ ബി 12 പോയിന്റ്. ഇനി 10 raised to -6 ആണ് കിടക്കുന്നത് അല്ലെ. ഓപ്ഷൻ നോക്കുക, ഓപ്ഷൻ 10 raised to -5 ആണെങ്കിൽ അങ്ങനെ ഒന്ന് റീഅറേഞ്ച് ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ റൈറ്റ് ബൈ റൈറ്റിംഗ് ഇൻ ടേംസ് ഓഫ് 10 raised to -6
12.5 approx ആണ്. Approx 12.5 into 10 raised to minus 6. അപ്പോൾ ഇതിനടുത്തുള്ള വാല്യൂ ഏതാണ് ഓപ്ഷനിൽ കിടക്കുന്നത് നോക്കുക. And that will be the corresponding answer for the question. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ ഐഡിയ. ഒരു സിലിണ്ടർ എടുക്കുന്നു, താഴെ ഹോൾ ഉണ്ടാക്കുന്നു, പോകുന്ന വെലോസിറ്റി √2gh ആണ്. പിന്നെ നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നു? റേറ്റ് ഓഫ് ഫ്ലോ അല്ലെങ്കിൽ വോളിയം ഓഫ് വാട്ടർ ഫ്ലോയിങ് ഔട്ട് എന്ന് പറയുന്നത് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ടു ദ വെലോസിറ്റി ആണ്. ഓക്കെ, ഇവിടെ നിന്ന് തന്നെയാണ് നമ്മൾ AV എന്ന കണ്ടീഷൻ വേറെ കണ്ടിട്ടുണ്ട്. എവിടെയാ? ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി ഒക്കെ പഠിച്ചിട്ടില്ലേ? അവിടെ നമ്മൾ ഇതാ A1 V1 is equal to A2 V2 എന്ന കണ്ടീഷനിലേക്ക് വരുന്നത്. ഓക്കെ, അപ്പൊ മാസ് ഓഫ് ഫ്ലൂയിഡ് എൻട്രിങ് ആൻഡ് മാസ് ഓഫ് ഫ്ലൂയിഡ് ലീവിംഗ് ഇസ് ദ സെയിം. വോളിയം ഓഫ് ദ വാട്ടർ എൻട്രിങ് ഇസ് ഈക്വൽ ടു വോളിയം ഓഫ് ദ വാട്ടർ ലീവിംഗ് എന്ന കണ്ടീഷനൊക്കെ നമ്മൾ അവിടെ ചെയ്യുന്നത്. റൈറ്റ്? Okay, so let's move into the next one. Average velocity of a particle executing SHM in one complete vibration is. എന്താ ഇവിടെ ക്വസ്റ്റ്യൻ പറയുന്നത്? ആവറേജ് വെലോസിറ്റി ചോദിച്ചു ഇൻ വൺ വൈബ്രേഷൻ അല്ലെ? ഒരു വൈബ്രേഷൻ എന്ന് പറഞ്ഞാൽ എന്തുവാ? ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു, അങ്ങോട്ട് പോയി, തിരിച്ചിവിടെ വന്നു, നിന്നോ? ഇല്ല, ഇങ്ങോട്ട് വന്നു, തിരിച്ചിവിടെ വന്നു. Which means starting point ഉം ending point ഉം സെയിം ആണ്. അപ്പൊ സ്റ്റാർട്ടിംഗ് പോയിന്റും എൻഡിങ് പോയിന്റും സെയിം ആണെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടോ? ഇല്ല, ഡിസ്പ്ലേസ്മെന്റ് 0 ആണ്. So displacement is 0, which means average velocity will be 0. Okay, വളരെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. 0, displacement 0, so average velocity 0. Okay, so moving on to the next one. The displacement of a particle executing simple harmonic motion is given by y is equal to a0 plus a sin omega t plus b cos omega t. Then the amplitude of its oscillation is given by. Question idana, y is equal to a0 plus a sin omega t plus b cos omega t. ഇതിന്റെ ആംപ്ലിറ്റ്യൂഡ് ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ആംപ്ലിറ്റ്യൂഡ് കണ്ടുപിടിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഫസ്റ്റ് ഈ a0 ഇതൊരു കോൺസ്റ്റന്റ് ആണ് അവിടെ അല്ലെ? അപ്പൊ ഈ a0ന്റെ മീനിങ് എന്താ? a0ന്റെ അർത്ഥം എന്ന് വെച്ചാൽ സാധാരണ നമ്മൾ y is equal to a sin omega t എന്നോ a cos omega t എന്നൊക്കെ എഴുതുമ്പോൾ അത് സ്റ്റാർട്ട് ചെയ്യുന്ന നമ്മുടെ ഒറിജിനിൽ നിന്നാണ്. ഈ പാസസ് ഓഫ് ദി ഒറിജിൻ. ഓക്കെ, സ്റ്റാർട്ട് ഫ്രം ദി ഒറിജിൻ. പക്ഷെ ഇവിടെ a0 എന്നൊരു വാല്യൂ ഉണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ, അത് നമ്മുടെ ഒറിജിനിലല്ല അത് സ്റ്റാർട്ട് ചെയ്യുക. അതായത് ഇങ്ങനെയല്ല വരുന്നത്, ഇങ്ങനെയല്ല വരുന്നത്, പകരം ഇറ്റ് വിൽ ബി സംതിങ് ലൈക്ക് ഇങ്ങനെ വല്ലതായിരിക്കും വരുന്നത്. ഓക്കെ, അതാണ് ഈ a0 എന്ന വാല്യൂന്റെ അർത്ഥം. അല്ലാതെ വേറെ ആംപ്ലിറ്റ്യൂഡോ കാര്യങ്ങളൊന്നും അല്ല കേട്ടോ. ആ ഒറിജിനിൽ നിന്നുള്ള ഡിസ്പ്ലേസ്മെന്റ് ആണ് അത് a0 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ബാക്കിയുള്ളത് a sin omega t യും b cos omega t. അപ്പൊ ഇവരുടെ റിസൾട്ടന്റ് ആംപ്ലിറ്റ്യൂഡ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ഒന്നല്ലെങ്കിൽ സൈനെ കോസിന്റെ ഫോമിൽ കൊണ്ടുവരാം, അല്ലെങ്കിൽ കോസിനെ സൈന്റെ ഫോമിൽ കൊണ്ടുവരാം. നമുക്ക് കോസിനെ സൈന്റെ ഫോമിലേക്ക് കൊണ്ടുവരാം. സോ കോസ് ഒമേഗ ടി എന്ന് പറഞ്ഞാൽ എന്തുവാ? ഇങ്ങനെ എഴുതാലോ, y is equal to a0, അല്ലെങ്കിൽ a0 അപ്പുറത്തേക്ക് വിളിക്കാം. y minus a0 is equal to a sin omega t plus b sin omega t plus pi by 2 അല്ലെ? omega t plus pi by 2 എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ക്വാഡ്രന്റിൽ വരും. സെക്കൻഡ് ക്വാഡ്രന്റിൽ ഓൾ സിൽവർ ടീ കപ്പ്, സൈന്റെ വാല്യൂ പോസിറ്റീവ് ആണ്. സൈന്റെ വാല്യൂ പോസിറ്റീവ് ആണ്. പൈ ബൈ 2 ഉള്ളത് കൊണ്ട് സൈൻ എന്തായി മാറും? കോസ് ആയിട്ട് മാറും. ഓക്കെ, അപ്പൊ ഇനി എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത് റിസൾട്ടന്റ് ആംപ്ലിറ്റ്യൂഡ്? ഫോർമുല റൂട്ട് ഓഫ് a സ്ക്വയർ പ്ലസ് b സ്ക്വയർ പ്ലസ് 2ab cos θ വേണം. ഇവിടെ cos phi എന്ന് എടുക്കാം. what is phi? pi by 2. രണ്ടും തമ്മിലുള്ള ഫേസ് ഡിഫറൻസ് എന്താ? pi by 2 ആണ്. അപ്പൊ cos pi by 2. what is cos pi by 2? Cos 90 is actually equal to 0, which means the resultant amplitude will be root of a square plus b square. Okay, resultant amplitude വരുന്ന root of a square plus b square ആണ്. ഓർത്തു വെക്കുക, a0 എന്ന് പറയുന്ന ആംപ്ലിറ്റ്യൂഡ് ഒന്നുമല്ല, ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഒറിജിനിൽ വരുന്ന ഡിസ്പ്ലേസ്മെന്റ് ആണ്. സ്റ്റാർട്ടിംഗ് ഫ്രം a0, അല്ലെങ്കിൽ a0 എന്ന പോയിന്റിലൂടെയാണ് പാസ് ചെയ്യുന്നത്. അതാണ് a0ന്റെ വാല്യൂ. ഓക്കെ, അപ്പൊ ഇതിനെ രണ്ടിനെ ഒരേ ഫോമിലേക്ക് കൊണ്ടുവരാം. റിസൾട്ടന്റിന്റെ ഫോർമുല നമ്മൾ അപ്ലൈ ചെയ്യണം, and you will be getting the answer for that. Okay, right? So let's move into the next one now, and the next question is there on the screen. The radius of a circle, the period of revolution, initial position, and sense of revolution are indicated in the figure. Y projection of the radius vector of the rotating particle ps. Question y projection of the particle ആണ് ചോദ്യം അല്ലെ? y projection of the particle നമ്മളോട് ചോദിക്കുമ്പോൾ എന്താ നമ്മൾ ചെയ്യേണ്ടത്? y axis നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ ഈ ഒബ്ജക്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്തായാലും ഇവിടെ നിന്നാണ്. t is equal to 0, the object is over here.
നമ്മുടെ y ആക്സിസിലാണ് നമ്മുടെ ഒബ്ജക്റ്റ് ഇരിക്കുന്നത്. എപ്പോ t is equal to 0 അപ്പൊ ഇവിടെ നോക്കിയറിയാം t is equal to 0 വാല്യൂ പൊസിഷൻ എന്താണ്? മാക്സിമം ആണ് അതിന്റെ വാല്യൂ. y വാല്യൂ ഇസ് ആക്ച്വലി മാക്സിമം അറ്റ് t is equal to 0 അല്ലെ? t is equal to 0 ഇവിടെ വരുമ്പോ y വാല്യൂ കുറയില്ലേ? ഇവിടെ വരുമ്പോ y വാല്യൂ പിന്നെയും കുറയില്ലേ? റൈറ്റ്. അപ്പൊ മാക്സിമം ആണ് t is equal to 0 എന്ന പോയിന്റിൽ വരുന്നത്. മാക്സിമം വരുന്നത്, അതായത് t 0 വരുമ്പോ മാക്സിമം വരുന്നത് കോസ് ഒമേഗ ടി എന്നൊരു ഫംഗ്ഷൻ നമുക്കുണ്ട്, സൈൻ ഒമേഗ ടി എന്നൊരു ഫംഗ്ഷൻ നമുക്കുണ്ട് അല്ലെ? അപ്പൊ ടൈം t 0 വരുമ്പോ വാല്യൂ മാക്സിമം വരുന്ന ആരുടെയാ? സൈൻ ഒമേഗ ടീന് t 0 എന്ന് കൊടുക്കുന്നത് വരും സൈൻ 0. സൈൻ 0 എന്താ? 0. മാക്സിമം ആണോ? അല്ല. കോസ് ഒമേഗ ടിയിൽ ടീന് 0 കൊടുത്ത് എന്താ വരും? കോസ് 0 എന്ന് വരും. കോസ് 0 എന്തുവാ? 1 ആണ്. മാക്സിമം അല്ലേ? അതെ. വിച്ച് മീൻസ് ഫംഗ്ഷൻ ഇറ്റ് ഡിപെൻഡ്സ് ഓൺ കോസ് ഒമേഗ ടി. അപ്പൊ കോസിനെയാണ് ഫംഗ്ഷൻ ഡിപെൻഡ് ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ y is equal to ആംപ്ലിറ്റ്യൂഡ് നമുക്കറിയാം 3 മീറ്റർ ആണ്. അപ്പൊ 3 into cos ഒമേഗ ടി ആണ്. ഒമേഗ അറിയണം അല്ലെ? എങ്ങനെ ഒമേഗ കണ്ടുപിടിക്കും? t തന്നിട്ടുണ്ട് ടൈം പീരീഡ് അല്ലെ? we know that ഒമേഗ is equal to 2pi by t ആണ്. t അറിയാം, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 2pi by 4 which is equal to pi by 2 which is equal to pi by 2 is our corresponding answer. Okay, അപ്പോൾ നമുക്ക് ആൻസർ കിട്ടും ഒമേഗ is equal to pi by 2 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 3 cos pi by 2 p which is our answer. അപ്പൊ ഇതുപോലത്തെ ക്വസ്റ്റൻ നിങ്ങൾ അങ്ങനെ ഫെമിലിയർ ആകുന്ന ഒരു ക്വസ്റ്റൻ അല്ല. അപ്പൊ ശ്രദ്ധിക്കുക, ഇതൊരു എന്താ പറയാ ഒരു വെറൈറ്റി കൈൻഡ് ഓഫ് ക്വസ്റ്റൻ ആണ്. നമ്മൾ പരീക്ഷയ്ക്ക് സാധാരണ കാണാത്ത ഒരു കൈൻഡ് ഓഫ് ക്വസ്റ്റൻ ആണ്. എനിവേ ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. അപ്പൊ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഇവിടെ t is equal to 0, അവിടെ മാക്സിമം ആണ് y ന്റെ വാല്യൂ. അത് എപ്പോഴാ വരുന്നത്? കോസ് ഫംഗ്ഷൻ വരുമ്പോഴാണ് മാക്സിമം വരുന്നത്. പിന്നെ നമുക്ക് ആൻസറിലേക്ക് എത്താം സിമ്പിൾ ആയിട്ട്. ഓക്കെ, സോ ക്ലിയർ അല്ലേ? റൈറ്റ്. സോ മൂവിംഗ് ഓൺ ടു ദി നെക്സ്റ്റ് വൺ. എ കോപ്പർ റോഡ് ഓഫ് 88 centimeter and an aluminum rod of unknown length have their increase in length independent of increase in temperature. The length of aluminum rod is. ഇവിടെ നമുക്ക് രണ്ട് റോഡ്സ് ആണുള്ളത്, ഒരു കോപ്പർ റോഡും ഒരു അലൂമിനിയം റോഡും. അവർ പറയുന്നുണ്ട് ചേഞ്ച് ഇൻ ലെങ്ത് ഇൻഡിപെൻഡന്റ് ഓഫ് ടെമ്പറേച്ചർ ആണ് അല്ലെ? അപ്പൊ നമുക്കറിയാം ചേഞ്ച് ഇൻ ലെങ്ത് എന്ന് പറഞ്ഞാൽ ദിസ് ഇസ് ആക്ച്വലി ഈക്വൽ ടു L ആൽഫ ഡെൽറ്റ ടി ആണ്. റൈറ്റ്. അപ്പൊ ചേഞ്ച് ഇൻ ലെങ്ത് ഇസ് ഇൻഡിപെൻഡന്റ് ഓഫ് ദ ടെമ്പറേച്ചർ വിച്ച് മീൻസ് വി ക്യാൻ റൈറ്റ് ഡെൽറ്റ L ഓഫ് കോപ്പർ ഇസ് ഈക്വൽ ടു ഡെൽറ്റ L ഓഫ് അലൂമിനിയം ആയിരിക്കും. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം നമുക്ക് ഡയറക്ട്ലി. L കോപ്പർ ഇൻറ്റു ആൽഫ കോപ്പർ ഇസ് ഈക്വൽ ഡെൽറ്റ ടി രണ്ടിന്റെ കേസിലും സെയിം ആണ്. ഡെൽറ്റ ടി ക്യാൻസൽ ആയി പോയിക്കോളും രണ്ട് സൈഡിലും കേട്ടോ. സോ ഇൻറ്റു L അലൂമിനിയം ഇൻറ്റു ആൽഫ അലൂമിനിയം. L അലൂമിനിയം ആണ് വേണ്ടത്, നമുക്ക് കണ്ടുപിടിക്കാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട്. 88 സെന്റിമീറ്റർ ആണ്. ഐ എം കീപ്പിംഗ് ഇറ്റ് ലൈക്ക് ദാറ്റ്. ആൽഫ കോപ്പർ 1.7 into 10 raised to minus 5 ആണ്. ദാറ്റ്സ് ഈക്വൽ ടു L അലൂമിനിയം ഇൻറ്റു 2.2 into 10 raised to minus 5. ഓക്കെ, അപ്പോൾ ഇതൊന്ന് ക്യാൻസൽ ചെയ്ത് കളയാനുണ്ട് അല്ലെ? അപ്പൊ 22 പോയിന്റ് എന്ന് പറയുമ്പോൾ ദാറ്റ് വിൽ ബി ഇതിൽ 4 ടൈംസ് വരും. 4 into 1.7 into 10 raised to minus 5 divided by 10 raised to minus 6 വരും. ഓക്കെ, അപ്പൊ 1.7 into 4 എന്ന് പറഞ്ഞാൽ 28, 4 2 are 8, 9, 10, 108. So 10 that is equal to length of aluminum will be corresponding to 10.82 വരും. So that will be ഇത് പോയി ക്യാൻസൽ ചെയ്യാം. 10 raised to minus 1 വരും. മുകളിലേക്ക് വരുമ്പോൾ 10 raised to 1 വരും. So that will be 108 centimeter will be the length of the aluminum. Okay, അപ്പോൾ ക്വസ്റ്റ്യൻ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഓർത്തിരിക്കണം ഇൻഡിപെൻഡന്റ് ഓഫ് ടെമ്പറേച്ചർ ആണ്. അപ്പൊ ഡെൽറ്റ എൽ കറസ്പോണ്ടിങ് ടു ദ കോപ്പർ ആൻഡ് ഫോർ ദി അലൂമിനിയം ഈക്വൽ ആയിരിക്കും. ഡെൽറ്റ ഡി ഒബ്വിയസ്ലി സെയിം ആയിരിക്കും. എന്നിട്ട് നമ്മൾ ഡയറക്റ്റ്ലി തമ്മിലുള്ള വാല്യൂസ് ആണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ആൽഫ, ഐ ഹോപ്പ് യു റിമെമ്പർ വാട്ട് ഇസ് ആൽഫ. നമ്മൾ ആൽഫയും ബീറ്റയും ഗാമയും പഠിക്കുന്നുണ്ട്. ആൽഫ എന്ന് പറഞ്ഞാൽ കോയിഫിഷ്യന്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ, ബീറ്റ എന്ന് പറഞ്ഞാൽ കോയിഫിഷ്യന്റ് ഓഫ് ഏരിയ എക്സ്പാൻഷൻ ഓർ സൂപ്പർഫിഷ്യൽ എക്സ്പാൻഷൻ, ആൻഡ് ഗാമ എന്ന് പറഞ്ഞാലോ കോയിഫിഷ്യന്റ് ഓഫ് വോളിയം എക്സ്പാൻഷൻ അല്ലെങ്കിൽ ക്യൂബിക്കൽ എക്സ്പാൻഷൻ ആണ്. ഓക്കെ, അപ്പൊ ആ ടേംസും ടെർമിനോളജീസ് എല്ലാം ഓർത്ത് വെക്കണം കേട്ടോ. റൈറ്റ്. ഓക്കെ, സോ മൂവിംഗ് ഓൺ ടു ദി നെക്സ്റ്റ് വൺ. Increase in temperature of a gas filled in a container would lead to. In which of the following processes heat is neither absorbed nor released by a system? The unit of thermal conductivity is. അപ്പൊ 3 ക്വസ്റ്റ്യൻ ഞാൻ അടുപ്പിച്ച് പറഞ്ഞു. എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആണ് 3 എണ്ണവും, അതുകൊണ്ടാണ് 3 എണ്ണം അടുപ്പിച്ച് അങ്ങ് വായിച്ചത്. ഓക്കെ, അപ്പൊ ആദ്യത്തത്
ഈ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ വാട്ട് ഹാപ്പൻസ് എന്നാണ്. ഓക്കെ, അപ്പൊ നമുക്ക് അറിയാവുന്ന ഒരു റിലേഷൻഷിപ്പ് ഓർത്താൽ മതി, വളരെ സിമ്പിൾ ആയിട്ട്. കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ 3/2 kBT ആണ്. kB എന്ന് പറഞ്ഞാൽ ബോൾട്സ്മാൻസ് കോൺസ്റ്റന്റ്, വിച്ച് മീൻസ് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്താൽ എന്ത് കൂടും? കൈനറ്റിക് എനർജി ഇൻക്രീസ് ചെയ്യും. That's the first point and the answer for the first question. ടെമ്പറേച്ചർ കൂടുമ്പോൾ കൈനറ്റിക് എനർജി എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. ക്ലിയർ? റൈറ്റ്? So that's the answer for the first question. ടെമ്പറേച്ചർ കൂടുമ്പോൾ കൈനറ്റിക് എനർജി ഇൻക്രീസ് ആവും. ഓക്കെ, ഇനി ഏത് പ്രോസസ്സിലാണ് there is neither exchange of heat, അതായത് അബ്സോർപ്ഷനും ഇല്ല എമിഷനും ഇല്ല? ഏതിലാ? 4 പ്രോസസ് മെയിൻ ആയിട്ട് നമ്മൾ പഠിക്കാറില്ലേ? ഏതൊക്കെയാ? ഐസോതെർമൽ, ടെമ്പറേച്ചർ കോൺസ്റ്റന്റ്, വർക്ക് ഡൺ ഒക്കെ ഉണ്ട്. ഐസോകോറിക്, വോളിയം കോൺസ്റ്റന്റ്, അവിടെ എന്തില്ല? വർക്ക് ഡൺ ഇല്ല. ഇനി ഐസോബാറിക്, പ്രഷർ കോൺസ്റ്റന്റ്, വർക്ക് ഡൺ ഉണ്ട്. ഹീറ്റ് എക്സ്ചേഞ്ചും ഉണ്ട്. ഈ പറഞ്ഞ 3 പ്രോസസ്സിലും ഹീറ്റ് എക്സ്ചേഞ്ചും ഉണ്ട്. And the fourth one was adiabatic process. Adiabatic process delta Q is equal to 0, which means there is no heat exchange with the surrounding. Okay, adiabatic പ്രോസസ്സിലാണ് ഒരു പെർഫെക്റ്റ്ലി ഇൻസുലേറ്റിംഗ് ഒരു കണ്ടെയ്നർ നടക്കുന്ന adiabatic പ്രോസസ്സിലാണ് delta Q is equal to 0, which means there is no heat exchange taking place there. Okay, and that is the answer for the second part there, second question. ഇനി മൂന്നാമത്തെ തെർമൽ കണ്ടക്ടിവിറ്റിയുടെ യൂണിറ്റ് ആണ് ചോദ്യം, അല്ലെ? അപ്പൊ തെർമൽ കണ്ടക്ടിവിറ്റിയുടെ യൂണിറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാവുന്ന ഇക്വേഷൻ ഓർത്താൽ മതി. തെർമൽ കണ്ടക്ടിവിറ്റി ഡെൽറ്റ ക്യൂ, the rate of heat flow, delta Q by delta T is equal to Ka delta T by L എന്നൊരു ഇക്വേഷൻ ഉണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ തന്നെ നമുക്ക് സിമ്പിൾ ആയിട്ട് യൂണിറ്റ് എഴുതാം. ഈ യൂണിറ്റ് അറിയാതെ നമുക്ക് ജസ്റ്റ് റൈറ്റ് ഇറ്റ്. ഓക്കെ, അപ്പൊ ഡെൽറ്റ ക്യൂ എന്ന് പറഞ്ഞാൽ എനർജിയാണ്. അപ്പൊ ജൂൾ. ഓക്കെ, ജൂൾ ബൈ ടൈം ഉണ്ട്. ജൂൾ ബൈ ടൈം എന്ന് പറഞ്ഞാൽ എനർജി ബൈ ടൈം, അത് വർക്ക് ഡൺ ബൈ ടൈം, അതെന്താ? പവർ, വാട്ട്സ് ആണ്. വാട്ട്സ് കിട്ടി. ദാറ്റ് ഈസ് ഈക്വൽ ടു K ഇൻറ്റു ഏരിയ എന്ന് വെച്ചാൽ L സ്ക്വയർ, മീറ്റർ സ്ക്വയർ, അല്ലെ? മീറ്റർ സ്ക്വയർ ബൈ മീറ്റർ, delta T obviously Kelvin, right? ഒരു മീറ്റർ ക്യാൻസൽ ആയി. So unit for our thermal conductivity K will be watt per meter per Kelvin. ഇതായിരിക്കും അവരുടെ കറസ്പോണ്ടിങ് യൂണിറ്റ്. ഓക്കെ, അപ്പൊ ഈ യൂണിറ്റ് അറിയില്ലെങ്കിൽ നിങ്ങൾ വെപ്രാളപ്പെടുകയൊന്നും വേണ്ട. എന്ത് ചെയ്താൽ മതി? അത് റിലേറ്റ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു ഇക്വേഷൻ ഓർമ്മയുണ്ടോ നോക്കാം. ഏതെങ്കിലും ഒരു ഇക്വേഷൻ ഓർമ്മയുണ്ടോ നോക്കാം. ഓക്കെ, പക്ഷെ ആ ഇക്വേഷനിലെ ബാക്കി ടേംസിന്റെ യൂണിറ്റ് അറിയണം കേട്ടോ, അല്ലെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടാവും കേട്ടോ. അപ്പൊ അങ്ങനെ സിമ്പിൾ ആയിട്ട് നമുക്ക് സോൾവ് ചെയ്യാം. ക്ലിയർ ആണല്ലോ? ഓക്കെ, so I hope you were able to understand what I have discussed today. അപ്പൊ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ feel free to ask me. So till we meet next time with the next video. Thank you.